കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ജോർജിയ പോകണം. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ മാപ്സ് ആൻഡ് വർക്സിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അങ്ങനെ ഈദ് വെക്കേഷൻ അടിപൊളിയാക്കാൻ ജോർജിയയിലേക്ക് ഖത്തർ എയർപോർട്ടിൽ വന്ന ഈ ഫ്രെയിമിൽ നിന്നൊരു ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്. കുറച്ച് സമയം എയർപോർട്ടിൽ തിരിഞ്ഞു കളിച്ചപ്പോഴേക്കും നമ്മുടെ ഫ്ലൈറ്റിന്റെ ടൈമായി. ഫ്ലൈ ദുബായ് പിടിച്ച് നേരെ ദുബായിലേക്ക്. ഫ്ലൈ ദുബായിന്റെ ഫ്ലൈറ്റ് ഒക്കെ അടിപൊളിയാണ്. എയർ ഇന്ത്യയിലും ഇന്ത്യയിലൊക്കെ സേഫ്റ്റി മെഷേഴ്സ് എയർ ഹോസ്റ്റസ് കാണിക്കുമ്പോൾ ഇവരിത് അവിടെ സ്ക്രീനിലാണ് കാണിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് സ്ക്രീനിലൊക്കെ ഒന്ന് തൊട്ട് കളിച്ച് ചെറുതായി ഒന്ന് മയങ്ങിയപ്പോഴത്തേക്ക് ദുബായിൽ ഒരു മണിക്കൂറിനടുത്ത് വെയിറ്റ് ചെയ്യണം നമ്മളെ ജോർജിയ ഫ്ലൈറ്റിന് വേണ്ടി. ദുബായ് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മളെ ഫ്ലൈറ്റിന്റെ ടൈം ആയിട്ടുണ്ട്. പിന്നെ ബോർഡിംഗ് പാസും കയ്യിലേന്തി ജോർജിയൻ ഫ്ലൈറ്റിന് നേരെയുള്ള നടത്താണ്. ഫ്ലൈറ്റിലേക്കുള്ള 18ാം പടി ഓടിക്കേറി നമ്മളെ സീറ്റ് തെരഞ്ഞു പിടിച്ച് അതിലിരുന്നു. ഫ്ലൈറ്റിലെ 3.5 മണിക്കൂർ ഉറങ്ങി തീർത്തത് ജോർജിയൻ എയർപോർട്ടിൽ വന്ന് നമ്മൾ ഇറങ്ങി. എമിഗ്രേഷൻ കൗണ്ടറിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഹോട്ടൽ ബുക്കിംഗോ ഇൻഷുറൻസോ ഒന്നും ചോദിക്കാതെ തന്നെ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് അടിച്ചു തന്നു. എസ്കലേറ്ററിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ കാണുന്നു, കാസിനോ. മാപ്സ് ആൻഡ് വർക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഗൈഡ് നമ്മളെക്കാത്ത എയർപോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളെയും കൂട്ടി ബെൻസിന്റെ ഈ വണ്ടിയിൽ നേരെ ഹോട്ടലിലേക്ക്. ഒട്ടും വൈകാതെ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് നേരെ റൂമിലേക്ക്. റൂം അത്യാവശ്യം നല്ല അടിപൊളി റൂം തന്നെയായിരുന്നു. ഇനി കുറച്ച് ഉറങ്ങിയിട്ട് തന്നെ ബാക്കി കാര്യം.